നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്താനുള്ള വോട്ടാണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തുന്നത്. പാലക്കാട് നഗരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള വികസന തുടർച്ചയ്ക്കായിട്ടുള്ള വോട്ടാണ് പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തുക. വലിയ ഭൂരിപക്ഷത്തിൽ 30-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം പാലക്കാട് നഗരസഭയിൽ ഇത്തവണയും ആവർത്തിക്കും. പാലക്കാടിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് വികസനം എന്നുള്ള കണ്ടതുള്ള തിരഞ്ഞെടുപ്പാണ്. പാലക്കാടിലെ സ്ത്രീ വോട്ടർമാർ ഇത്തവണത്തെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് രേഖപ്പെടുത്തുക. സ്ത്രീകളെ ഇത്രയേറെ ക്രൂരമായിട്ട് ദ്രോഹിച്ച ആ MLA സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നുള്ളത്, UDF സ്വീകരിച്ചതെന്നുള്ളത് പാലക്കാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ വലിയ തിരിച്ചടി പാലക്കാട്ടിലെ വോട്ടർമാർ UDFന് നൽകും. ഇവിടെ മറ്റൊരു കാര്യം, ഒരു 18 വയസ്സായ ഒരു KSU പ്രവർത്തകന്റെ കണ്ണ് എറിഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാണ്. BJP പ്രവർത്തകരാണ് എന്ന് FIR ഉണ്ട്. 5 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല, മറിച്ച് UDFലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ എറിഞ്ഞ കല്ലേറ് കൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത്. അല്ല, സ്വാഭാവികമായിട്ടും ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുക പോലീസ് ചെയ്യാറുണ്ട്. പോലീസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തകർ നിരപരാധികളാണ്. ഞങ്ങളുടെ പ്രവർത്തകർ ബൂത്ത് കെട്ടുന്ന സമയത്ത് ആ പ്രവർത്തകരെ കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പാലക്കാട് C. കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. എല്ലാ ജില്ലകളിലും 7 ജില്ലകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7 ജില്ലകളിലും രാവിലെ തന്നെ നല്ലൊരു വോട്ടർമാരുടെ ഒരു ക്യൂ കാണാൻ സാധിച്ചിരുന്നു. എന്തായാലും പാലക്കാട് C. കൃഷ്ണകുമാർ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, P. കുഞ്ഞാലിക്കുട്ടി എന്നിവരും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എന്തായാലും നമുക്ക് മറ്റ് ജില്ലകളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ ഷ്യാമിലേക്ക് പോവുകയാണ്. ശ്യാം പ്രസാദ്, ശ്യാമ്, ഇന്ന് ഈ കാസർഗോഡ് ആദൂരിലൊക്കെ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. എന്താണ് അവിടത്തേക്ക് ഒരു സ്ഥിതി? കാസർഗോഡ് ആദൂരിലാണ് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാരെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സനൂപ് ജോൺ, നിഷാദ് എന്നീ സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെയാണ്, അവർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരാണ്, അവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശ്യാമിലേക്ക് പോവുകയാണ്. ശ്യാമ്, രാവിലെ തന്നെ വോട്ടെടുപ്പിന്റെ നല്ല ശുഭകരമായ വാർത്തകൾ വരുന്നു. വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് പല പോളിംഗ് സ്റ്റേഷനുകളിലും കാണാനും സാധിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഈ കാഞ്ഞങ്ങാട് നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോലീസുകാരെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. എന്താണ് സംഭവിച്ചത്? രാഖി, കാസർഗോഡ് അദൂരിലായിരുന്നു ഇന്നലെ ഈ രാത്രിയോടുകൂടി തന്നെ ഈ സംഭവം ഉണ്ടായത്. കാസർഗോഡ് അദൂരിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാരെയായിരുന്നു ഇന്നലെ രാത്രിയോടെ പോളിംഗ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നത്. ഇവരെയാണ് ഇപ്പോൾ പുറത്താക്കിക്കൊണ്ട് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി നടപടിയെടുത്തിരിക്കുന്നത്. അതായത് ഇവർക്ക് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇത് കടക്കുക. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൂപ് ജോൺ, നിഷാദ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇരുവരും മദ്യപിച്ച് ഡ്യൂട്ടിക്ക് ഈ ഒരു ബൂത്തിലേക്ക് എത്തുകയായിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസറാണ് പിന്നീട് ഇവരെക്കുറിച്ച് പരാതി നൽകിയത്. ഈ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പോളിംഗ് തുടങ്ങുമ്പോൾ തന്നെ അശുഭകരമായ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും വരുന്നത്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടന്നത്. രാഖി, എങ്ങനെയുണ്ട് ശ്യാം? അവിടുത്തെ ശ്യാം ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടുത്തെ ഒരു പോളിംഗ് സ്റ്റേഷനിലെ തിരക്കൊക്കെ എങ്ങനെ?
രാഗി, ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് അത്തോളി പഞ്ചായത്തിലെ മുടക്കല്ലൂർ UP സ്കൂളിലാണ്. ഇവിടെ രാവിലെയോടുകൂടി തന്നെ പോളിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. രാവിലെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിൽക്കുന്നത് മുടക്കല്ലൂർ UP സ്കൂളിലെ പോളിംഗ് ബൂത്തായ 2ാം നമ്പർ ബൂത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ രാവിലെയോടുകൂടി തന്നെ വോട്ടർമാരുടെ ഒരു നിര രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. രാവിലെയോടുകൂടി തന്നെ വോട്ട് ചെയ്ത് ശേഷം ജോലികളിലും മറ്റു കാര്യങ്ങളിലേക്കും കടക്കാനായിട്ടുള്ള വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഒപ്പം തന്നെ വനിതകളുടെയും ഒപ്പം പുരുഷന്മാരുടെയും എല്ലാം തന്നെ നീണ്ട നിര അതാത് നിരകളിൽ കാണാൻ തന്നെ കഴിയുന്നത്. രാവിലെയോടുകൂടി തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാവിലെയോടുകൂടി തന്നെ ഈ ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തിത്തുടങ്ങിയിരിക്കുന്നത്. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെയോടുകൂടി തന്നെ എന്തായാലും ഈ കോഴിക്കോട് ജില്ലയുടെ പൊതുവായൊരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ രാവിലെയോടുകൂടി തന്നെ പോളിംഗ് ഒരു ഉയർത്താൻ തന്നെയായിരിക്കും മുന്നണികളുടെ ശ്രമം. അതിനാൽ തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ മുന്നണികളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ മുടക്കല്ലൂർ UP സ്കൂളിലേക്ക് അല്പസമയത്തിനകം തന്നെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K. സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയും ചെയ്യും. 7:30 അദ്ദേഹം മുടക്കല്ലൂർ UP സ്കൂളിലെ ഈ പോളിംഗ് ബൂത്ത് നമ്പർ 2ലേക്ക് ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി എത്തിച്ചേരുക. പ്രധാനമായും ഈ ജില്ലയിൽ പറയുകയാണെങ്കിൽ 577 പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. റൂറൽ മേഖലകളിലാണ് ഇത് പ്രധാനമായും കൂടുതൽ ബൂത്തുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം കൂടുതൽ സുരക്ഷാ വിന്യാസം തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നടത്തിയിരിക്കുന്നത്. കൂടുതൽ പോലീസുകാരെ ഒപ്പം തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനവും അടക്കം ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നബാധിത ബൂത്തുകളിലെ ഈ ഒരു സ്ഥിതിഗതികൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 26,80,000 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഇതിൽ 4 ലക്ഷത്തിലധികം വോട്ടർമാർ പ്രധാനമായും കോർപ്പറേഷൻ പരിധിയിൽ തന്നെ വരും. പഞ്ചായത്ത് മേഖലയിലാണെങ്കിൽ 18 ലക്ഷത്തിൽ അധികം സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണവുമുണ്ട്. എന്തായാലും 6,368 സ്ഥാനാർത്ഥികളും ഈ ഒരു ജനവിധി തേടുന്ന ഈ ഒരു സാഹചര്യം. എന്തായാലും ഇപ്പോൾ ഈ കോഴിക്കോട് അത്തോളി പഞ്ചായത്തിലെ മുടക്കല്ലൂർ UP സ്കൂളിലെ ഒരു നീണ്ട നിരയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്തായാലും രാവിലെയോടുകൂടി തന്നെ വോട്ടർമാർ ഇവിടേക്കെത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. പലരും രാവിലെയോടുകൂടി തന്നെ കുടുംബാംഗങ്ങളുമായി എത്തുകയും ചെയ്യുന്നു. അവരെല്ലാം തന്നെ ജോലിക്ക് പോകേണ്ട മറ്റ് ആവശ്യങ്ങൾക്കുള്ള ആളുകൾ വോട്ടർമാരെല്ലാം തന്നെയുണ്ട്. അതിനാൽ തന്നെ രാവിലെയോടുകൂടി തന്നെ വോട്ട് അവകാശം വിനിയോഗിച്ച ശേഷം മടങ്ങുകയാണ് പലരും. എന്തായാലും രാവിലെയോടുകൂടി തന്നെ നമുക്ക് കാണാൻ കഴിയും ചെറുപ്പക്കാരുടെയും ഒപ്പം തന്നെ പ്രായമാരുടെയും എല്ലാം തന്നെ നീണ്ട നിരയോൺ തന്നെയുണ്ട്. അവരെല്ലാം തന്നെ രാവിലെയോടുകൂടി തന്നെ ഈ ഒരു ക്യൂവിൽ ഇടം പിടിച്ച് അവർ വോട്ടവകാശം അതായത് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും രാവിലെയോടുകൂടി തന്നെ നീണ്ട നിര വലിയൊരു പോളിംഗ് ശതമാനത്തിൽ വലിയൊരു ഉണർവുണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനമായും മുന്നണികളുടെ എല്ലാം തന്നെ കണക്കുകൂട്ടൽ. അതിനാൽ തന്നെ കഴിഞ്ഞ തെക്കൻ ജില്ലകളിൽ ഉണ്ടായിരുന്ന ഒരു പോളിംഗ് ശതമാനത്തേക്കാൾ കൂടുതൽ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ മുന്നണികൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതായത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു പാതി മനസ്സ് 2ാം ഘട്ടത്തിൽ ഇപ്പോൾ വിധിയെഴുതുമ്പോൾ എന്തായാലും ഒരു കനത്ത പോളിംഗ് തന്നെയായിരിക്കും മുന്നണികളുടെയും പ്രതീക്ഷ. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും. എന്തായാലും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 470 ഗ്രാമപഞ്ചായത്തുകൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 47 മുനിസിപ്പാലിറ്റി, 3 കോർപ്പറേഷൻ എന്നിവിടങ്ങളിലായിട്ട് 12,391 വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് എന്നുള്ളതാണ്. എന്തായാലും സമ്മതിദാനാവകാശം അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ബുള്ളറ്റിനേക്കാൾ ശക്തിയേറിയ പവറാണ്. അത് തീർച്ചയായും ജനങ്ങൾ വിനിയോഗിക്കുക. ആരും തന്നെ വോട്ട് ഇരിക്കരുത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ഉള്ളത്. എന്തായാലും ഈ 7 ജില്ലകളിലും രാവിലെ മുതൽ തന്നെ നീണ്ട നിര പല പോളിംഗ് ബൂത്തുകളിലും കാണാമെന്നുള്ളതാണ്.